വിജയേട്ടാ 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 എന്താ എന്ത് പറ്റി? വർഷാപ്പിന് ആരോ തീ വെച്ചു. സാധനങ്ങളെല്ലാം കട്ടുകൊണ്ടുപോയി. കുറയ്ക്കാതെ കാര്യം എന്താന്ന് പറ. എടോ, കേടിയാണെങ്കിൽ തന്റെ ഇടം. ഇവളുടെ വീതം ചോദിച്ചെന്ന പക നിന്റെ ഉള്ളിൽ കിടന്ന് പോകഞ്ഞു അല്ലടാ. നേർക്ക് നേരെ വന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതിന് പകരം ചില പേട്ട് കള്ളന്മാരെ പോലെ എന്റെ വർഷാപ്പം കത്തിച്ച് കുറെ സാധനങ്ങൾ കെട്ടോണ്ട് പോയാൽ ഞാൻ ഒന്ന് അറിയില്ലെന്ന് വിചാരിച്ചോ? പെങ്ങളാണ് പൊന്നാണ് എന്നൊക്കെ പഞ്ചാര വാക്ക് പറഞ്ഞ് നടന്നിട്ട് ഭാഗവും വീതം വന്നപ്പോ പത്തുപൊക്കി. ഇന്ന് വരെ എന്റെ കെട്ടുവൻ നിങ്ങളുടെ അടുത്ത് വഴക്കിന് വന്നിട്ടുണ്ടോ? ആകെ കൂടെ ചോദിച്ചത് എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ ന്യായമായിട്ടുള്ള ഒരു ഭാഗ. അതിനെ തീ വെച്ചതുകൊണ്ടല്ലോ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ശവത്തെ കുത്തുന്നത് പോലെ. സ്വന്തം പെങ്ങളോട് ഗുണ്ടാപ്പണി കാണിക്കുന്നത് വലിയ മെടുക്കൊന്നുമല്ല. വർഷോപ്പിന് തീ വെച്ചത് ഞാനാന്ന് ആരാ പറഞ്ഞത്? ആരോ ആയിക്കോട്ടെ, നിങ്ങളോട് ചോദിച്ചില്ല. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അണലി അണലി തോമ. എവിടെയാ കട്ടെടുത്ത സാധനങ്ങൾ? എനിക്കറിയാൻ മേല. അത് ഞാൻ മാത്രമല്ല, രാഘവനും വേലായിട്ടോടെ പറഞ്ഞിട്ട് കൊമ്പൻ കൃഷ്ണ അതിന്റെ. ഇവന്മാര് പറയും ആരാ കട്ടതെന്ന്, ആരാ തീ വെച്ചതെന്ന്. ഉടപ്പിറന്നുള്ള കെട്ടിയവനെ ചതിക്കുന്ന മനസ്സ് പറഞ്ഞില്ല. സ്നേഹിച്ചിട്ടേ ഉള്ളൂ എല്ലാരെയും. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി. അതെന്റെ കുറ്റമല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിച്ചറിയുന്നത് കൊണ്ട് ആരെന്ത് വിചാരിച്ചാലും ഭരതനൊരു ചുക്കുമില്ല. അമ്മ മരിച്ചപ്പോ എല്ലാം കഴിഞ്ഞു. അച്ഛൻ കൂടി മരിച്ചപ്പോ കലാശം കഴിച്ച പോലെയായി. പിന്നെ ഇരുട്ട, സർവത്ര ഇരുട്ട്. അതിലെവിടെ തപ്പിത്തടഞ്ഞു വീണാലും ഭരതനെല്ലാം ഒരുപോലെ. എനിക്കാരുടെയും വീട് വേണ്ട. അതുകൊണ്ട് ഇവളുടെ ജീവനം തകരുകയും വേണ്ട. ഇവളുടെ പേരിൽ ഞാൻ എഴുതി വെച്ച ഇഷ്ടദാനം ചെല്ല്. എന്നിട്ട് എല്ലാവരും കൂടെ സുഖമായിട്ട് ജീവിക്കുക. ഒന്ന് നിൽക്കൂ. അച്ഛൻ ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്റെ അച്ഛന്റെ ജീവന് 1.5 ലക്ഷമല്ല വില. അച്ഛൻ എന്നോട് പറഞ്ഞു പറ്റുമെങ്കിൽ അച്ഛനെ വന്നെന്ന് കാണാൻ. ദേവി എല്ലാം വന്ന് എന്നോട് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് എന്നെ കാണാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായി അല്ലേ? സന്തോഷമായി. ഒന്നുമില്ലേ, മാഷ് വിളിച്ചല്ലോ. ഇതൊക്കെ തനിക്ക് നിർത്തിക്കൂടെ ഭരത? ഈ പണി കൊണ്ട് കാശ് കിട്ടും. കാര്യം ശരിയാ. പക്ഷെ കുറച്ചുകൂടി പ്രായം എത്തുമ്പോ തിരിഞ്ഞു നോക്കേണ്ടി വരും. ജീവിതം കൊണ്ട് എന്ത് നേടിയെന്ന് സ്വയം ചോദിക്കും. അത് വളരെ മുമ്പേ തോന്നി തുടങ്ങി മാഷേ. പിന്നെ അങ്ങനെ പോകുന്നു. ഗുണ്ടയോ ദാതയോ ആകാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയവനല്ല ഞാൻ. അച്ഛൻ ദാതയായിരുന്നത് കൊണ്ട് അങ്ങനെ ആയതുമല്ല. പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോ തോന്നും അച്ഛൻ മരിച്ചതറിഞ്ഞ് തിരിച്ചു വരേണ്ടിയില്ലായിരുന്നു എന്ന്. അതുകൊണ്ടാണല്ലോ കോളനി എന്നെ ഒരു ദാതയാക്കി മാറ്റിയത്. ബോംബെക്ക് ഒളിച്ചോടിപ്പോയത് ഇളയമ്മയുടെ കുത്തുവാക്കും ഏഷണിയും മടുത്തിട്ടാ. ഒരു ജോലി ചെയ്ത് കുറച്ച് പണവുമായി വന്നിട്ട് ഇവിടെ എന്തെങ്കിലും സ്വസ്ഥമായിട്ട് തുടങ്ങാനായിരുന്നു പരിപാടി. അച്ഛൻ മരിച്ചപ്പോ തകർന്നുപോയി. ഈ ലോകത്തിനി ആരുമില്ല എന്ന് മനസ്സ് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരുതരം ഭ്രാന്താവേശമില്ലേ? അങ്ങനെ അച്ഛനെ കൊന്നവരെ തല്ലി ദാതയായി. ഇതിലെവിടെയാ മാഷേ ഞാൻ ചെയ്ത തെറ്റ്? എവിടെയോ ഒരു തെറ്റുണ്ട്, ആർക്കും പറ്റിപ്പോകാവുന്നത്. അത് തിരുത്താൻ ഞാൻ കൂടെ ഭരതനെ സഹായിച്ചാലോ? സത്യം പറയാമല്ലോ മാഷേ, മാഷിനെ കണ്ടപ്പോ മുതൽ എനിക്കാരെയോ തിരിച്ചു കിട്ടിയെന്നുള്ള തോന്നൽ. അതാരാന്ന് ചോദിച്ചാൽ ഞാൻ കൊച്ചിലെ കണ്ട എന്റെ അച്ഛനാ. ദേവി, ചോറ് വിളമ്പിക്കോളൂ. ഭരതന് പോകാൻ തിടുക്കം കാണും.
എന്തുവാടാ ഒരു ചവിട്ട് നാടകം? ചവിട്ട് നാടകം? എന്ത് നാടകം? എന്റെ കാലിന്റെ ഇടയ്ക്ക് ഒരു ചൊറിച്ചില്, അതുകൊണ്ട് മണ്ണിലിട്ട് ഇങ്ങനെ അടിച്ചതാ. അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി ചൊറിച്ചിൽ കൂടുതലാ. അത് ഞങ്ങൾ മാറ്റി തരാം. അല്ലടാ കൃഷ്ണ? എന്റെ വേഗിട്ട് നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോ. അങ്ങനെ പോകുന്നില്ല. നിന്നെ ഒറ്റയ്ക്കെന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാന്നോ ഈ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കാം? അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഷേപ്പാ. ഷേപ്പിനെന്താ കുഴപ്പം? ഞാൻ ആള് പെസക, ഈ കാണും പോലല്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണോ വന്നത്? വെറുതെ പൊല്ലാപ്പുണ്ടാക്കണ്ട. പോയിക്കോളി. എന്ത് പൊല്ലാപ്പാടാ പുല്ലേ? നിന്നെ എന്നെ ഞങ്ങൾ മയ്യത്താക്കും. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? എന്നാ പിടിച്ചോ. അല്ല അല്ലോ, ഇത് കിനാവായിരുന്നല്ലേ? എന്റെ നടു ഒടിഞ്ഞ് ഞാൻ ആണലും രാഘവനും കൃഷ്ണനാണെന്ന് വിചാരിച്ചാ. നിങ്ങളൊരു വിചാരം അവിടെ വിചാരിച്ചോളി. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. എലിന്റെ അത്രേ ഉള്ളൂ. ഭരതേട്ടനെ ഇവിടെ വെച്ചെങ്കിലും കണ്ടത് ഭാഗ്യായി. എന്താ പ്രശ്നം? നമോ നമോ ഗണേശായ, നമസ്തേ ശിവസോനവേ, നിർവിഘ്നം ഗുരുദേവശ, നമാവിപാം ഗണാധിപ, വക്രതുണ്ട മഹാകായ, കോടിസൂര്യ സമപ്രഭ, അവിഘ്നം ഗുരുദേവദേവ, സർവകാര്യേഷു സർവദാ, രോചന രോചമാ, കല്യാണ നമസ്തേ ശിവസോനവേ. ആലോചനയും നിശ്ചയമൊക്കെ കഴിഞ്ഞോ? എണീക്കണം. പാവം പെണ്ണുങ്ങളെ ചതിക്കണം എന്റെ ജോലി അല്ല? ചതിക്കോ? വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യോ? ഒരു പാവം പെണ്ണെ വലയിൽ വീഴ്ത്തി നീ അവിടെ നശിപ്പിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും കൊള്ളാം, വേറൊരു പെങ്കച്ചിനെ പഴപ്പിച്ചിട്ടാ ഈ റാസ്കൽ ഇവിടുത്തെ പെണ്ണെ കെട്ടാൻ വന്നിരിക്കുന്നത്. ഇവനെ ഞാൻ കൊണ്ടുപോവാ കെട്ടിക്കാൻ. കൊട്ടും കുരയും ഒന്നുമില്ലാതെ ഇവനെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ കെട്ടിക്കും. ഉനക്ക് தெரியாது ഭരത. തങ്കം പോലെ ഞാൻ അവളെ നോക്കി വളർത്തിയത്. അപ്പ എന്ന് അവള് വിളിക്കുമ്പോ അപ്പ മാത്രമല്ലായിരുന്നു ഞാൻ, എരണ്ടു പോണ അവളുടെ അമ്മ കൂടെ ആയിരുന്നു ഞാൻ. ഒന്നുമില്ലേലും വിഷമം പിടിച്ച നേരത്താണെങ്കിലും അവൾ എന്നോടെങ്കിലും വന്ന് പറഞ്ഞല്ലോ. ജാതിയിലൊന്നും വ്യത്യാസമില്ലല്ലോ ആ പയ്യന്. പിന്നെ സ്വാമിയുടെ പണവും പ്രതാപവും അനുസരിച്ച് കല്യാണം നടത്താൻ പറ്റിയില്ല, അത്രയല്ലേ ഉള്ളൂ. രജിസ്റ്റർ കച്ചേരി ഇറങ്ങിയപ്പോ തൊട്ട് ആ കൊച്ച് ഒരേ കരച്ചില. അപ്പായുടെ മുഖത്ത് എങ്ങനെ നോക്കും? അപ്പായുടെ എന്ത് മറുപടി പറയുന്നുണ്ട്? സ്വാമിക്ക് എന്നെ വിശ്വാസമില്ലേ? വരുന്നേ. ഭരതൻ ചെയ്തത് ഗുണ്ടായുസമോ റൗഡിത്തരമോ ഒന്നുമല്ല, ഒരു കാരുണ്യ പ്രവൃത്തിയാ. ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു, അത്ര തന്നെ. കാര്യം ശരിയാ മാഷേ, പക്ഷേ ഇപ്പൊ എനിക്കൊരു പേടി. ഉള്ളിൽ പകവെച്ചോണ്ട് ആ കൊച്ചിനെ അവൻ പീഡിപ്പിക്കുമെന്ന്. കേട്ടിടത്തോളം അത്രയ്ക്ക് ധീരനൊന്നുമല്ല ആ പയ്യൻ.
പിന്നെ ഭരതൻ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് മുഖം കാണിച്ചാ മതി. ചായ. ദാ വരുന്നു. എന്താ ആരെ കാണാനാ? ആശാനുണ്ടോ? ആശാനെന്ന് വെച്ചാ ഈ കിടക്കണത് ഒരു ആശാനാ. അയ്യോ ഇതല്ല, ഭരതൻ ആശാൻ. ആ അങ്ങനെ തെളിച്ചു പറ. ഇപ്പൊ വിളിക്കാം. ഭരതേട്ടാ. എന്താ? ഒരു ചെറിയ പണിയുണ്ട് ആശാനെ. നോട്ട് ഇരട്ടിപ്പെന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങളെ പറ്റിച്ചു. ആശാൻ ഞങ്ങളെ കൂടെ ഉടനെ വരണം. എവിടെ പുള്ളി? എവിടെ ആയാലെന്താ? ഭരതൻ ആ പണി നിർത്തി. കാശ് മേടിച്ച് തല്ലുന്ന പണി ഭരതൻ ഇനി എടുക്കില്ല. നിങ്ങളോട് കേൾക്കാനാ പറയുന്നത്. കാശ് എടുത്തോണ്ട് പൊയ്ക്കോ. പൊയ്ക്കോളാൻ. അവസരം കാത്തിരിക്കുന്ന വേറൊരുത്തനുണ്ട് ഈ കോളനിയില്, രാഘവൻ. അവനോട് പറഞ്ഞേര് ഭരതൻ അരപ്പട്ട അഴിച്ചെറിഞ്ഞു. കൊണ്ടുപോ. എന്താ വിജയ? എനിക്കാ തെറ്റിയത്. ഞാൻ നിങ്ങളെ മുൻവിധിയോടെ കണ്ടു, തെറ്റിദ്ധരിച്ചു. ഭരതനെ പറ്റി എല്ലാം അറിഞ്ഞ എപ്പോഴാ? ഇതിന്റെ ആവശ്യമില്ല. ആ വീട് ഭരതന്റേത് കൂടാ. അവിടെ നിന്ന് താമസിക്കണം, ഒരുമിച്ച് ഒരു കുടുംബം പോലെ. ഇവിടെ 5-6 മാസം കഴിഞ്ഞ് കുറച്ചു ദിവസം അവിടെ താമസിക്കണമല്ലോ. ഇപ്പൊ പോയവരോട് ഭരതേട്ടൻ പറയണ കേട്ടോ, എല്ലാം നിർത്തിന്ന്. ഭരതേട്ടൻ എവിടൊക്കെയോ പോയി തിരിച്ചു വന്ന പോലെ. പിന്നെ ഞാൻ എന്തൊക്കെയോ അരുതാത്തത് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. വിജയ, എപ്പോഴും തന്നെ ഞാൻ ഇവളുടെ ഭർത്താവായി കാണാനാണ് ശ്രമിച്ചത്. പക്ഷേ താൻ എന്നെ ഒരു ഗുണ്ടയായി കണ്ടു. മുഴുവനും തന്റെ തെറ്റല്ല, പിന്നെ ഓരോരോ വിധിയല്ലേ, മുടക്കാൻ പറ്റുമോ?